ലതക്കുട്ടി എന്തി? അവള് കിടക്കുക. എന്താ ഉച്ചയ്ക്ക് പതിവില്ലാതൊരു കിടപ്പ്? വല്ല പനിയോ? ഏയ് അതൊന്നുമല്ല. നാണവേട്ടം വന്നിരുന്നു. എന്താ പ്രത്യേകിച്ച്? നിന്നെ കാണാനാ വന്നത്. നീ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന പതിവില്ലെന്ന് പറഞ്ഞോണ്ടാ തിരിച്ചു പോയത്. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ചങ്കിലി കത്തി വെക്കുന്ന കാര്യ. സേതുവിന് ഉദ്യോഗം തരപ്പെടുത്താൻ 4-5 ലക്ഷം ഉറുപ്പിക ചെലവായത്രേ. അതിന് ഇപ്പൊ അവന് എന്ത് സ്ത്രീധനവും കൊടുക്കാൻ തയ്യാറായിട്ട് ചില ആലോചനകൾ വരുന്നുണ്ട് പോലും. ഇത് തന്നെ നടത്താൻ എന്റെ കുട്ടി പെടാപ്പാടാപ്പെടുന്നെന്ന് ഞാൻ പറഞ്ഞപ്പോ 3 ലക്ഷമെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടാ പോയത്. അമ്മയ്ക്ക് അയാളോട് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ എന്ത് സ്ത്രീധനവും കിട്ടുമെങ്കിൽ അത് മേടിച്ച് മകനെ കൊണ്ട് ആരെങ്കിലും കെട്ടിച്ചോളാൻ. കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യൻ. വേണ്ട, ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞ് അവന്റെ ശമ്പള സ്കെയിലിൽ വരുന്ന ഉയർച്ചയ്ക്കൊത്ത് അയാൾ കൈനീട്ടിക്കൊണ്ടിരിക്കും. ചോദിക്കുന്ന അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇവളുടെ ഗതി എന്താവും? വേണ്ട, ചോറുണ്ടടാ മോനെ. എനിക്ക് വേണ്ട. അവിടെ ചെന്ന് അയാളുടെ മുഖത്ത് നോക്കി 4 പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചാലേ ഇനി എനിക്ക് ചോറിറങ്ങും. ഊണ് കഴിഞ്ഞ് തിരക്കിട്ട് എവിടെയോ പോകുന്ന കണ്ടു. മോൻ എന്തായാലും ഇരിക്കേ. സേതു, നീ കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ നാടകം? അത് ഞാനിവിടെ അമ്മാവനോട് ചോദിച്ചതാ. എന്റെ പെങ്ങളെ ഇവനെ കൊണ്ട് കെട്ടിക്കണമെങ്കിലല്ലേ ലക്ഷങ്ങൾ തരേണ്ടത്. അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഹരിയേട്ടാ, ഞാൻ നിന്റെ ഇപ്പോഴത്തെ ഉദ്യോഗ സ്റ്റാറ്റസും പത്രാസും അനുസരിച്ചുള്ള സ്ത്രീധനം തന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരാനുള്ള നിവൃത്തി എനിക്കിപ്പോഴില്ല. അമ്മാവി, അമ്മാവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഇവന്റെ കഴുത്തിൽ വിൽപ്പനയ്ക്ക് എന്നൊരു ബോർഡ് എഴുതി കെട്ടിത്തൂക്കി ഏതെങ്കിലും കാളച്ചന്തയെ കൊണ്ട് നിർത്താൻ. എന്നിട്ട് ലേലം വിളിച്ച് ഉയർന്ന സംഖ്യ ഉറപ്പിക്കുന്നവന്റെ പെങ്ങളെ മകളെ ആരെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുക. ഹരിയേട്ടാ, എന്തു വേണമെങ്കിലും പറഞ്ഞു. ഞാനെല്ലാം നിരപരാധിയാണ്. നീ ലതക്കുട്ടിയോട് താല്പര്യം കാണിച്ചപ്പോ അമ്മാവന്റെ സ്വഭാവം അറിയാമായിരുന്നിട്ട് ഞാൻ അതിന് കണ്ണടച്ചത് നീ ഒരു ആണല്ലേ എന്ന് കരുതിയിട്ടാ. ഇപ്പൊ ഈ ജോലി കിട്ടണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോവാൻ ഞാൻ. അച്ഛന്റെ ദുരാഗ്രഹത്തിന് ഞാൻ എന്താ ചെയ്യാ? ഞങ്ങളെ തമ്മിൽ പിരിക്കല്ലേ ഹരിയേട്ടാ. അമ്മാവൻ എന്ത് പറഞ്ഞു മോനെ? അവളെവിടെ? ഉച്ചയ്ക്ക് ആ കിടപ്പ് കിടന്നതാ. കരച്ചിലോട് കരച്ചില്. സങ്കടം ഉണ്ടാകണ്ടിരിക്കുവോ? ഏറെ മോഹിച്ചതല്ലേ. ഈ തോളിക്കടത്തിയല്ലേ ഞാൻ അവളെ വളർത്തിയത്. അവളുടെ ഏത് ആഗ്രഹത്തിനാ ഞാൻ എതിരെ നിന്നിട്ടുള്ളത്? അതിന് നീ അവൾ കേട്ട മാത്രമല്ലല്ലോ. പാവം കുട്ടി. അച്ഛന്റെ മുഖം പോലും അവൾക്ക് ഓർമ്മയുണ്ടാവില്ല. മോൻ ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കും. അമ്മ വിഷമിക്കണ്ട. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അവളുടെ സേതുവിന്റെ വിവാഹം നടക്കും. മുന്തിരിവാവേ എന്തിനി പിണക്കം, ചന്ദന വീണെ എന്തിനി ചിണക്കം, പുന്നാര കിളിമകളെ ഓ ചാഞ്ചാട് മിഴിയഴകേ, കണിപ്പൂവേ വിലോലം താരാട്ടാം, വാത്സല്യത്തളിരേ പൂന്തിരളെ, പുന്നാര കിളിമകളെ ഓ ചാഞ്ചാട് മിഴിയഴകേ. മുന്തിരിവാവേ എന്തിനി പിണക്കം, ചന്ദന വീണെ എന്തിനി ചിണക്കം, പുന്നാര കിളിമകളെ ഓ ചാഞ്ചാട് മിഴിയഴകേ. കൊഞ്ചുന്ന കൊലുസേ ഏട്ടന്റെ മനസ്സേ, മഞ്ചാടി കനവിന് തിളക്കമെന്തേ, അമ്പിളിക്കുരുന്നേ
അമ്മതന്നിധിയെ ആനന്ദ വിളക്കായി വിളങ്ങിടില്ലേ കുസൃതി കാട്ടും കുഞ്ഞാറ്റയല്ലേ കുണുങ്ങി നിൽക്കും കുഞ്ഞാവയല്ലേ സ്നേഹത്തിൻ തിരികൊളുത്ത് ഓ നാമത്തിൻ ശ്രുതിയുണർത്ത് മുന്തിരിവാവി എന്തിനി പിണക്കം ചന്ദന വീണെ എന്തിനി ചിണക്കം പൊന്നാര കിളി മകളെ ഓ ചാഞ്ചാട് മിഴിയഴകേ വെള്ളിലക്കാവിൽ പാടുന്ന കുയിലെ വെള്ളോട്ടുമലമേലെ തിരഞ്ഞതാരേ ഊരാടക്കുറുമ്പി പാലാഴിക്കടവിൽ പായാരം പറയാതെ ഇരുന്നതെന്തേ കരളിലെന്നും നീ മാത്രമല്ലേ കവിതയെല്ലാം നീ തന്നതല്ലേ മായല്ലേ മധുമൊഴിയേ ഓ മാലേയ മണിമുകിലേ മുന്തിരിവാവി എന്തിനി പിണക്കം ചന്ദന വീണെ എന്തിനി ചിണക്കം പൊന്നാര കിളി മകളെ ഓ ചാഞ്ചാട് മിഴിയഴകേ കണിപ്പൂവേ വിലോലം താരാട്ടാ വാത്സല്യ സ്ഥളിരേ പൂന്തിരളേ പൊന്നാര കിളി മകളെ ഓ ചാഞ്ചാട് മിഴിയഴകേ എല്ലാം ശരിയാക്കാം ഹരി. പൈസയെ പറ്റി ഓർത്ത് താൻ വിഷമിക്കണ്ട. തനിക്ക് തരാനുള്ള തുക പൈസ കണക്ക് തീർത്ത് തന്നിരിക്കും. അതും തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. ഞാനത് നിഷേധിക്കുന്നില്ല സാർ. പക്ഷേ 2 മാസം കൊണ്ട് ഇത്രയും പണികള് തീർത്ത് തരിക എന്ന് പറഞ്ഞാൽ ഹരി, അതെനിക്ക് നിർബന്ധ. ഞാൻ പറഞ്ഞില്ലേ, മൂത്ത മകളുടെ കല്യാണം എനിക്ക് എന്റെ പുതിയ വീട്ടിൽ വെച്ച് തന്നെ നടത്തണം. രാവും പകലും പണിയേണ്ടി വരും. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഹരി, 2 രൂപയുണ്ട്, പണി നടക്കട്ടെ. അയ്യോ, ഇത് പോരാ സാർ. സാർ നോക്കൂ സാർ, 10 ലക്ഷത്തിനടുത്ത് ബില്ലുണ്ട്. ധൈര്യമായിരിക്കും ഹരി. 3-4 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. തിരികെ വരട്ടെ, പരിഹാരം ഉണ്ടാക്കാം. സാർ എന്താ 500 രൂപ വേണമായിരിക്കും. ഇത് കേട്ട വേലപ്പേട്ട, ഈ ഹരിസാറിന്റെ തമാശ. 500ന്റെ കേസൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. അപ്പൊ നിന്റെ വികാരങ്ങളോ? വികാരങ്ങൾ വിചാരങ്ങൾക്ക് വഴിമാറി എന്റെ കല്യാണം നിശ്ചയിച്ചു. പെണ്ണിനെ പിടിച്ചോ? അതൊക്കെ തെറ്റല്ലേ? കല്യാണം കഴിഞ്ഞിട്ടാവാലോ. സാറൊന്നും വിചാരിക്കരുത്. എന്ത്? പെണ്ണ് സുന്ദരിയാണ്. അതേതായാലും നന്നായി. നീ സുന്ദരൻ, അവള് സുന്ദരി. നല്ല ചേർച്ചയുള്ള പേരുകൾ. വരുന്ന മാസം 26-ാം തീയതി എന്റെ കല്യാണമാണ്. സാറ് വരണം. സാറിന്റെ അനുഗ്രഹവും ഒരു കവറും പ്രതീക്ഷിക്കുന്നു. കവറേ, സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയിലാണ് ഞാൻ. എന്നെ ഹെൽപ്പ് ചെയ്യണം. ഓ